ഗുഡ് മോർണിംഗ്. ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ്, വീക്കെൻഡ് ആണല്ലേ. അപ്പം ഞാൻ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് വന്നത്, 7:30ക്കാണ് എഴുന്നേറ്റ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചത്തേക്ക് ഫുഡ് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കറങ്ങാൻ പോവാലോ. ഞാൻ നാട്ടിൽ വന്ന സമയത്തെ എറണാകുളത്ത് കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ടേ ഞങ്ങൾ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും പരിപ്പുവരയും കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതുണ്ടാക്കാന്ന്. ഞാൻ മസൂർ ദാലും തുവരപ്പരിപ്പൊടി മിക്സ് ചെയ്തിട്ടാട്ടോ പരിപ്പ് വരെ ഉണ്ടാക്കുന്നത്. കുറച്ചധികം കുഞ്ഞുള്ളിയും 2 വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിലല്ല കുക്കറിലിട്ട് അടിച്ചെടുക്കുവാണ്. ഇനി ബീഫ് റോസ്റ്റിന് വേണ്ട സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വറുക്കിയെടുക്കാമേ. ഇന്നലെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴേ നമ്മൾ 1 കിലോ ബീഫ് എടുത്തിട്ടോ ഡീഫ് റോസ്റ്റ് ചെയ്തേ. അപ്പോൾ അതിന്റെ ബാലൻസ് ഉള്ള ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു, തിരിച്ച് ഫ്രീസറിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നേ. മാരിനേറ്റ് ചെയ്തപ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ബീഫ് നമ്മൾ കുക്കറിൽ ഇട്ടല്ലോ, അതിന്റെ പുറകെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലായിട്ട് കിടക്കാം കേട്ടോ. ഞാൻ ഓട്സ് ബനാന പാൻ കേക്ക് ആട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു കോഫി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഐ ലവ് ഓട്സ് ബനാന പാൻ കേക്ക്. ബീഫ് നല്ലതായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് സവാളയും വെളുത്തുള്ളിയും വഴറ്റിയിട്ട് അതിലോട്ട് കുറച്ച് മീറ്റ് മസാല മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മൾ മസാലപ്പൊടി എല്ലാം ഇട്ടിട്ടാണല്ലോ വേവിക്കാൻ വെച്ചിരുന്നത്. ഇനി ഇതൊന്ന് ചെറു തീയിലിട്ടിട്ടേ നല്ല വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാമേ. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പും റെഡി ആയിട്ടുണ്ട്. പരിപ്പ് ഒന്ന് കടുക് താളിച്ചെടുക്കാം. ബീഫ് നല്ലതായിട്ട് റോസ്റ്റായി നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു നെയ്ച്ചോറൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് തീർന്നട്ടോ. ഗീ റൈസ് പിന്നെ ഭയങ്കര എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. പട്ട, ഗ്രാമ്പു, ഏലക്കെല്ലാം നെയ്യിൽ വഴറ്റി, സവാളയും വഴറ്റി, ബസ്മതി റൈസ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗീ റൈസും റെഡിയാണേ. ഇന്നത്തെ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ വീട് ക്ലീൻ ചെയ്യാൻ പോട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.